കാർബോഹൈഡ്രേറ്റ് എങ്ങനെ സൈക്കിൾ ചെയ്യണമെന്ന് പലർക്കും ഇപ്പോഴും ഡൗട്ടാണ്. ഇവനെ ഡെയിലി എടുക്കണോ അതോ 10 ദിവസം ഇടവിട്ട് എടുക്കണോ അതോ 2 ആഴ്ച എടുത്തിട്ട് 2 ആഴ്ച ഓഫ് അടിക്കണോ, എങ്ങനെയാണെന്ന് ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്. പറഞ്ഞുതരാം. കോമൺ ആയിട്ടും ആളുകൾ ചെയ്യുന്ന സൈക്കിൾ ക്രിയാറ്റിന്റെ പറഞ്ഞുതരാം. ഒന്നാമത്തത് ട്രഡീഷണൽ ലോഡിംഗ് ആൻഡ് മെയിൻ്റെനൻസ് സൈക്കിൾ. ഇത് കൂടുതലും ചെയ്യുന്നത് ബിഗിനേഴ്സ് ആണ്. കാരണം പെട്ടെന്ന് സാച്ചുറേറ്റ് ആകാൻ വേണ്ടി 20 ഗ്രാം പെർ ഡേ വെച്ച് ഇടും. പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് 3 to 5 ഗ്രാം ഓഫ് ആക്കി 4 തൊട്ട് 6 ആഴ്ച വരെ ഡെയിലി എടുക്കും. അത് കഴിഞ്ഞ് 2 to 4 വീക്സ് ഓഫ് ആയിരിക്കും. മീൻസ് ക്രിയാറ്റിൻ എടുക്കത്തില്ല. പക്ഷെ ഇവിടെ ഓഫ് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തത് കോൺസ്റ്റന്റ് ലോ ഡോസ് സൈക്കിൾ. ഇവിടെ ലോഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. 8 തൊട്ട് 12 ആഴ്ച വരെ 3 to 5 ഗ്രാംസ് എടുത്തിട്ട് 2 to 4 വീക്സ് ഓഫ് ആയിരിക്കും. മൂന്നാമത്തത് സൈക്കിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ഒന്നുമില്ല. 1 മാസം ക്രിയാറ്റിനിൽ നിന്നിട്ട് 1 മാസം ഓഫ് അടിക്കുക. ഓഫ് സൈക്കിൾ അടിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ ഏത് സൈക്കിളാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ 3 to 5 ഗ്രാംസ് ഡെയിലി എടുക്കുന്നതാണ് നല്ലത്. ഇതിനെ സൈക്കിൾ എന്ന് വിളിക്കുന്നതിനെക്കാട്ടി ബെറ്റർ കണ്ടിന്യൂസ് ഓർ കോൺസ്റ്റന്റ് ഡോസ് റെജിമെൻ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ക്രിയാറ്റിൻ സൈക്കിൾ ഇട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ അവർക്കൊരു വിശ്വാസം കാണും, നമ്മളിങ്ങനെ 2 ആഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ ബോഡി റീസെറ്റ് ആകും. മാത്രമല്ല ഓഫ് സൈക്കിൾ എടുക്കുന്ന നാച്ചുറൽ ക്രിയാറ്റിൻ പ്രൊഡക്ഷൻ നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല. നാച്ചുറൽ ക്രിയാറ്റിന്റെ പ്രൊഡക്ഷൻ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നോളൂ. പിന്നെ വേറൊരു കാര്യം, സപ്ലിമെന്റ്സിന്റെ കിങ് ആയ